ഹലോ ഓൾ, ഇന്ന് നമ്മുടെ കൗണ്ടിങ്ങിൻ്റെ ഡേ ആണ്. സോ അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് 14 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഇതെന്നെക്കൊണ്ട് മാത്രമല്ലാണ്ട് നിങ്ങളും റീസണാണ്. ബിക്കോസ് നിങ്ങൾക്ക് വേണ്ടി വീഡിയോസ് പോസ്റ്റ് ചെയ്യണമല്ലോ എന്നുള്ളൊരു ഉള്ളിലൊരു തോട്ടുള്ളത് കൊണ്ട് തന്നെ ഞാനും ഡെയിലി അതിന് വേണ്ടിയിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തതാണ്. ഇത് ചിലപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇത്രയും കൃത്യമായിട്ട് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഇതൊരു ചെറിയൊരു അച്ചീവ്മെൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഐ എം പ്രൗഡ് ഓഫ് മൈ സെൽഫ് ആൻഡ് ഐ ഓൾസോ റിക്വസ്റ്റ് യു ഓൾ ടു സപ്പോർട്ട് മീ. എന്നെ അത്യാവശ്യം ഇത് ആൾക്കാർ കാണുന്നുണ്ടെന്നറിയാം, പക്ഷേ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു ലൈക്കോ കമൻസോ ഒന്നും എനിക്ക് തരുന്നില്ല. നിങ്ങൾ മറ്റുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണ പോലെ തന്നെ നിങ്ങൾ എന്നെയും സപ്പോർട്ട് ചെയ്യണം. ബിക്കോസ് ഐ എം ന്യൂ ടു ദിസ്. അപ്പോൾ എനിക്കൊരു സപ്പോർട്ട് വേണം. ഇത് നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഈ ചെയ്യണത്. സോ പ്ലീസ് ഡു സപ്പോർട്ട് മീ. അപ്പോൾ അങ്ങനെ 14 ഡേയ്സിൻ്റെ നമ്മുടെ ആ ഒരു ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്തു. അപ്പോൾ ഈ 14 ഡേയ്സ് ഇങ്ങനെ കൃത്യമായിട്ട് ഇന്ന ക്യാഷ് ഇത്ര ക്യാഷ് എന്ന് വെച്ചിട്ടൊന്നുമല്ല ഞാൻ ഈ ചലഞ്ച് തുടങ്ങിയത്. നമുക്ക് എന്താണോ ഓരോ ദിവസം കിട്ടണമെന്ന് വെച്ചാൽ അതാണ് സേവിങ്സായിട്ട് കൊണ്ടുപോയത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു 14 ഡേയ്സിൽ എനിക്ക് അത്യാവശ്യം തന്നെ എനിക്ക് സേവ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എനിക്കൊരു സന്തോഷം. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡും ഉണ്ട് എനിക്ക്. അപ്പം ഇതിനി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു തോട്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഈ യൂട്യൂബ് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ പറഞ്ഞായിരുന്നു ഞാൻ ജാനുവരി 1 തന്നെ തുടങ്ങണമെന്ന് ആഗ്രഹിച്ച ഒരു സംഭവമാണ്. പക്ഷെ അപ്പോൾ സാധിച്ചില്ല. അപ്പോൾ ആ ഒരു സ്റ്റാർട്ട് ചെയ്തത് ഡിലേ ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു 13th ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ആലോചിക്കണമെന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു കംപ്ലീറ്റ് 365 ഡേയ്സിനും ഒരു സേവിങ്സ് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടിപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ജാനുവരി 1 to 12 ഒരു പേയ്മെൻറ്റ് ഇതിൻ്റെ ഒപ്പം, അതായത് ഇപ്പോൾ ഫെബ്രുവരിയിൽ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ ആ ജാനുവരി 1 to 12 കൂടി അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ കൊണ്ടുപോകാമെന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതേമാതിരി തന്നെ ഇപ്പോൾ നമ്മുടെ ഈ ജാനുവരിയിൽ നമ്മൾ നോക്കുമ്പോൾ ജസ്റ്റ് 14 ഡേയ്സ്, അപ്പോൾ 5 ഡേയ്സും കൂടി ബാലൻസ് ഉണ്ട്. അപ്പോൾ അതിനെന്താ ചെയ്യണേ എന്നുള്ളതിന് അതിനൊരു വീഡിയോ ഞാൻ എടുത്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാം. ആൻഡ് ഇനി തുടങ്ങി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചെറിയ തോതിൽ എസ്പെഷ്യലി സ്റ്റുഡൻസ് ആൻഡ് ഹൗസ് വൈഫ്സായിട്ട് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻലി ഇത് പറയണത്. ഏൺ ചെയ്യണ ആൾക്കാർക്കും തുടങ്ങാം കേട്ടോ, ചെയ്യാൻ ഇപ്പോൾ ഞാൻ അതും കേട്ടിട്ടുണ്ട്. ഏൺ ചെയ്യണ ആൾക്കാർക്ക് പോലും സേവ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ള ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്കും ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് ചെറിയ ഈ 10ഉം 20 ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നി ഇതെന്താണ്, ഇതുകൊണ്ടൊക്കെ എന്തോരം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ അത് തീർച്ചയായിട്ടും ഒരു അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് ഫോളോ ചെയ്ത് പോകണമെന്ന് മാത്രം. അപ്പോൾ എനിക്ക് കിട്ടിയ സേവിങ്സ് 200 റുപ്പീസ് ഒരു നോട്ടായിരുന്നു. പിന്നെ 100ൽ 6 നോട്ടുണ്ടായി, 50ൻ്റെ 4 നോട്ടുണ്ടായി, 20ൻ്റെ 1, പിന്നെ 10ൻ്റെ 2 നോട്ടുണ്ടായി. അപ്പോൾ എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 1040 റുപ്പീസാണ്. സോ അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ബിക്കോസ് അത് ഞാൻ പറഞ്ഞല്ലോ 14 ഡേയ്സിലാണ്, അതും ആസ് എ ഹോം മേക്കറാണ് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. അതുകൊണ്ട് ഐ എം പ്രൗഡ് ഓഫ് മൈ സെൽഫ്. അപ്പോൾ ഞാൻ ഈ 52 വീക്സിൻ്റെ ഒരു ചാലഞ്ച് ഞാൻ പറഞ്ഞല്ലോ, വീക്ക്ലി ചാലഞ്ച്. അപ്പോൾ അതിൻ്റെ ആ ഒരു കവറിലാണ് ഇപ്പോൾ തൽക്കാലം ഞാനിത് വെക്കണത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി 5 ഡേയ്സ് പേയ്മെൻറ്റിൻ്റെ, അതായത് 5 ഡേയ്സ് ബാലൻസ് ഉണ്ട് ജാനുവരി അവസാനിക്കാനായിട്ട്.